നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 1968 പുറത്തിറങ്ങിയ മനശ്ശിനി എന്ന ചിത്രത്തിലെ MS ബാബുരാജ് സംഗീതം നൽകിയ പാതിരാവായില്ല പൗർണമി കന്യക്ക് എന്ന് തുടങ്ങുന്ന ഗാനമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മളൊന്ന് ഈ ഗാനം നോക്കുന്നത് ഡി സ്കെയിലാണ്, അതായത് ശ്രുതി 2. ശ്രുതി 2-ൽ നമ്മൾ മേജർ സ്കെയിൽ ഞാനൊന്ന് വായിക്കാം, അതായത് സപ്തസ്വരം. ഇതാണ് ശ്രുതി 2 നമ്മൾ റൂട്ട് വരുന്നത്, സപ്തസ്വരം വരുന്നത്. ഇനി ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഹിന്ദുസ്ഥാനി രാഗമായ കാഫി രാഗത്തിലാണ്. അപ്പം അതിൻ്റെ ആരോഹണം ഞാൻ വായിക്കാം. അതായത് നമ്മൾ ആരോഹണം വായിക്കുമ്പോൾ സപ്തസ്വരം വായിച്ച പോലെ തന്നെ വായിക്കുക. അവരോഹണത്തിൽ കോമൾ നിഷാദം, കോമൾ ഗാന്ധാരം അങ്ങനെ വായിക്കുക. അപ്പോൾ നമുക്കിത് ഫസ്റ്റ് വരി നോക്കാം പാട്ടിൻ്റെ. ഫസ്റ്റ് വരി വരുന്നത്, അതായത് പാതിരാവായില്ല. നോട്ട് വരുന്നത് നേ സരി പ ഗ സ രി, നേ സരി പ ഗ സ രി, പാതിരാവായില്ല. പൗർണമി കന്യക്ക് നെക്സ്റ്റ് ലൈനും സെയിം നോട്ടാണ് വരുന്നത്, പൗർണമി കന്യക്ക്. അപ്പോൾ നമ്മൾ ബേസിക്കായി വരുന്ന നോട്ടാണ് പറയുന്നത്, ബേസിക്കായിട്ട് വരുന്ന നീ സാരി പ ഗ സാരി. ഇത് നമ്മളൊന്ന് എക്സ്പ്രഷൻ കൊടുത്തിട്ടൊന്ന് വായിക്കുകയാണെങ്കിൽ അങ്ങനെ വരും. അതായത് സാരി നീ വായിക്കുമ്പോൾ നമ്മൾ സാ ടച്ച് ചെയ്യാം. ഈ പാളോടത്ത് നമ്മളൊരു ഗ്രീസ് നോട്ട് കൊടുക്കേണ്ടത് പ മ ഗ, പ മ ഗ മ പ. അങ്ങനെ വെച്ചാൽ മതി. പ മ ഗ മ പ ഈ നോട്ടാണ്. അങ്ങനെ വായിക്കുക. സാരി, അപ്പോൾ രി ടച്ച് ചെയ്യുക. ഗ വായിക്കുമ്പോൾ, സ വായിക്കുമ്പോൾ രി എന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ ഒന്നുകൂടി എക്സ്പ്രഷൻ കൊടുത്ത് വായിക്കുമ്പോൾ ഒന്നുകൂടി ഒരു ഭാവം കിട്ടും. നെക്സ്റ്റ് ലൈന് വരുന്നത് 17 18 പ്രായം എന്നാണ്. 17 18 പ്രായം, അതായത് രി മ ഗ രി സ സ സ രി നി സ, രി മ ഗ രി സ സ സ രി നി സ. അത് ഇതുപോലെ തന്നെ ഒന്ന് എക്സ്പ്രഷൻ കൊടുത്ത് വായിക്കണം. ഇവിടെ ഈ രി ടച്ച് ചെയ്യാം വായിക്കുമ്പോൾ. സ സ സ രി
സ ടച്ച് ചെയ്ത് വായിക്കുക. ഈ വായിക്കുമ്പോൾ മാ ടച്ച് ചെയ്യുക. അപ്പോൾ അത് കിട്ടിയെന്ന് മനസ്സിലായിരുന്നു. നെക്സ്റ്റ് ലൈന് വരുന്നത് പൊയ്കയിൽ ഇത് പിന്നെ ദാദര താളത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതായത് 3-4 1 2 3 1 2 3 അങ്ങനെ വരും. അപ്പോൾ പാതിരാവായില്ല പൗർണമി കന്യക്ക് അങ്ങനെ വരും കേട്ടോ. അപ്പോൾ അത് ആ കറക്റ്റ് ആ ഒരു ബാറ് കറക്റ്റ് ആക്കിയിട്ട് നിങ്ങൾ പഠിച്ചു പോവുക. അപ്പോൾ അതൊരു ബാറ്, അതൊരു ബാറ്, അത് അടുത്ത ബാറ്, പിന്നെ അതൊരു ബാറ്, അതൊരു ബാറ്. അപ്പം അങ്ങനെ ആ ഒരു മെഷർ ബാറിനെ ഉദ്ദേശിക്കുന്ന മെഷറാണ് കേട്ടോ. ഓരോ മെഷർ 3 ആയിട്ട് വരുന്നത്. 1 2 3 അതൊരു മെഷർ 1 2 3 അങ്ങനെ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ലൈൻ ഏതാ പറഞ്ഞത്? മൂവന്തി നേരത്തില്ല. അപ്പോൾ മൂവന്തി പൊയ്കയിൽ, അപ്പോൾ പനി സഗരി ഗരി സ ബേസിൽ പ പനി സഗരി ഗരി സ ഇതൊക്കെ ഒരു ഗ്രേസ് നോട്ട് കൊടുത്ത് വായിക്കുക. ടച്ച് ചെയ്ത് ഇങ്ങനെ വായിക്കുമ്പോൾ ഒന്നും കൂടി ഒരു ഭാവം കിട്ടും. പിന്നെ നീരാടി നീരാടി മുങ്ങി നീരാടി എന്നുള്ളതായിരുന്നു. രീമ രീമ പനി രീമ പനി ധനി മാധരി, അതായത് രീമ പനി ധനി മാധരി. നെക്സ്റ്റ് ലൈൻ വരുന്നത് പാവാട മാറിയ പ്രായം, അതായത് സാസരി രീമ ഗരി സ സരി നി സ അങ്ങനെയാണ് ആ നോട്ട് വരുന്നത്. സ സരി നി സ. ഇത്രയാണ് പല്ലവി വരുന്നത്. നെക്സ്റ്റ് അനുപല്ലവി ആണ് വരുന്നത്. അത് ഫസ്റ്റ് ലൈന് വരുന്നത് അതായത് മാ ദ ദ മാ മാ ദ ദ നി മാ ദ ദ നി അങ്ങനെ വരുമ്പോൾ പിന്നെ ദ പ പ പ അങ്ങനെ വരിക. നെക്സ്റ്റ് അതേ ലൈൻ തന്നെയാണ്, ചെറിയൊരു മാറ്റമുള്ളൂ. ഇവിടെ പാപ്പ എന്ന് വെച്ചാൽ മതി. നേരത്തെ നമ്മൾ പാപ്പ മുന്നത്തെ ലൈന്.
ഇതിൽ നമ്മൾ പ പ അങ്ങനെ വായിച്ചാൽ മതി. വെണ്ണിലെ തൂവെള്ള. പിന്നെ അടുത്ത ലൈന് വരുന്നത് താമര പൂന്നു ചൂടി. താമര അത് നമ്മളവിടെ താമര. അപ്പോൾ നമ്മളെ ഗ സാധാരണ ഗാന്ധാരാണ്, ശുദ്ധ ഗാന്ധാരാണ്. അത് ഗ ഗ മ പ ഗ മ പ ഇങ്ങനെ വരും. ഗ മ പ ഗ മ പ. പിന്നെ ഗാരി നീസ അത് കോമൾ ഗാന്ധാരം വരും. ഗാരി പൂവന്നു എന്നുള്ള ഗാരി നീസ പൂവന്നു അങ്ങനെ വരും. അപ്പൊ ഇവിടെ ഒരു എക്സ്പ്രഷൻ കൊടുക്കട്ടോ. ധ ധ പ മ പ. ഇവിടെ ടച്ച് ചെയ്യാം. അപ്പൊ ചൂടി അവിടെ ഒരു എക്സ്പ്രഷൻ നോട്ട് കൊടുക്കാനുണ്ട്. ഒരു സംഗതിയാണ് അവിടെ വരുന്നത്. അപ്പോൾ സ മ ചൂടി എന്നുള്ളിടത്താണ് കേട്ടോ. സ മ ഗ പ മ ഗ രി ഗ. ഒന്നുകൂടി പറയാം. സ മ ഗ പ മ ഗ രി ഗ. അങ്ങനെ വരും. ചൂടി ചൂടി അപ്പൊ നെക്സ്റ്റ് ലൈൻ വരുന്നത് വെൺമുകിൽ തൂവാല തുന്നിയിരിക്കുന്ന. അതായത് വെൺമുകിൽ തൂവാല തുന്നിയിരിക്കുന്നു ആണ് ലൈന്. അതായത് പനി നീ കോമൾ നിഷാദ പനി പനി മാപ്പ പനി മാപ്പ നീ നീ നീ. രണ്ട് ലൈനും സെയിം നോട്ടാകുന്നത്. തുന്നിയിരിക്കുന്ന വെൺമുകിൽ തൂവാല എന്നുള്ള നോട്ടും തുന്നിയിരിക്കുന്നു എന്നോട്ട് സെയിം നോട്ടാണ് കേട്ടോ. വെൺമുകിൽ തൂവാല തുന്നിയിരിക്കുന്നു. നെക്സ്റ്റ് ലൈന് കണ്ണിൽ കവിതയുമായി. അതായത് കണ്ണിൽ കവിതയുമായി. പാസ സ ടോപ്പ് സ പാസ സരി നീത മാപ്പ ഗാരി. അത് എക്സ്പ്രഷൻ കൊടുത്തിട്ട് വായിക്കുക. നോട്ട് ഒന്നുകൂടി പറയാം. പാസ സരി നീത മാപ ഗാരി. നെക്സ്റ്റ് ലൈൻ വരുന്നത് കണ്ണിൽ കവിതയുമായി. കണ്ണിൽ അവിടെ സംഗതി പോകുന്നുണ്ട്. അപ്പൊ
ബേസിനി നി സ രി മ ഗ പ ഗ സാധാരണ ശുദ്ധ ഗാന്ധാരം കേട്ടോ. നി സ രി മ ഗ പ പിന്നെ കോമൾ ഗാന്ധാരം ഗാരി സാരി നി സ. അപ്പോൾ നി സ രി മ ഗ പ ഗരി ഗരി സാരി നി സ. ഒന്നുകൂടി പറയാം. നി സ രി മ ഗ പ ഗരി സാരി നി സ. കവിതയുമായി അപ്പോൾ ഇത്രയേ ഉള്ളൂ അനുപല്ലവി. രണ്ടാമത്തെ അനുപല്ലവിയും സെയിം നോട്ടാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് വായിച്ചെടുക്കാൻ ശ്രമിക്കുക. നല്ല എക്സ്പ്രഷൻ കൊടുത്തിട്ടൊക്കെ വായിച്ചിട്ട് പാട്ട് നന്നായിട്ട് കേൾക്കുക. പഠിക്കുന്നവർ പാട്ട് ഒരുപാട് തവണ കേൾക്കുക. എന്നിട്ടത് പാട്ട് നമ്മൾ മൈൻഡിൽ സെറ്റ് ചെയ്തതിന് ശേഷം വേണം ഇത് വായിച്ച് പഠിക്കാൻ. അപ്പോൾ പരമാവധി നമ്മൾ എക്സ്പ്രഷൻ കൊടുത്തിട്ട് ആ ഒരു ഭാവം നമുക്ക് കിട്ടത്തക്ക രീതിയിൽ നമ്മൾ വായിക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് മറ്റു ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്നവർക്കൊക്കെ ഉപകാരപ്പെടും. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നോട്ട് നമ്മൾ ഇപ്പോൾ ശ്രുതി 2-നാണ് പറഞ്ഞിട്ടുള്ളത്. ഒറിജിനൽ ശ്രുതി 3-നാണ്. പക്ഷേ 2-നാണ് ഒന്നുകൂടിയും പാടാനും വായിക്കാനൊക്കെ ഒരു എളുപ്പം എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ശ്രുതി 2 സെലക്ട് ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.